ഇന്ന് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് സർക്കിളിൽ നമുക്ക് സെഷൻ എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് അംബിക മാം ആണ്. അംബിക മാം ഒരു റിട്ടയർഡ് ലെക്ചറാണ്, അതുപോലെ ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റും ട്രെയിനറുമാണ്. മാമിൻ്റെ സ്വദേശം ആലുവയിലാണ്. വിമൺ ആൻഡ് ലീഡർഷിപ്പ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് അംബിക മാമിനെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അംബിക മാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay, thank you, Rav sir, for your wonderful intro. അതോടൊപ്പം തന്നെ എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് അനുവദിച്ചു തന്ന നീന്തൽ അക്കാദമിക്കും ഫൈസൽ സാറിനും ബാക്കി എല്ലാവർക്കും ശേഷം എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ചെറിയൊരു സെഷൻ എൻ്റെതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വിമൻ ആൻഡ് ലീഡർഷിപ്പ് എന്നുള്ളതാണ്. അത് കേൾക്കാൻ എന്നെ കേൾക്കാൻ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും ഒരു സ്വാഗതവും നന്ദിയും അറിയിച്ചുകൊണ്ട് തുടങ്ങാം. ഇൻട്രോ ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ സാറേ, എനിക്കൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ സാറേ? പറ്റും, മാമിന് കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. വരുന്നില്ലേ മാം? സുസ്മാൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, സ്റ്റാർട്ടഡ് സ്ക്രീൻ ഷെയറിങ്. ഷെയർ എന്നുള്ളത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യണേ. വന്നില്ലേ? ഇല്ല, എത്തിയിട്ടില്ല. എനിക്ക് കാണാൻ പറ്റുന്നില്ല. സ്റ്റാർട്ടഡ് എത്തിയിട്ടുണ്ട്. ആണോ? സ്റ്റാർട്ടഡ് സ്ക്രീൻ ഷെയറിംഗ് കാണിക്കുന്നു എനിക്ക്. അല്ല, ഇപ്പം കാണാം. കാണാം. ഓക്കെ. അത് പിന്നെയും പോയെന്ന് തോന്നുന്നു. എനിക്ക് കാണാം കേട്ടോ. എനിക്ക് കാണാം. എനിക്ക് കംപ്ലീറ്റ്ലി ഇവിടെ ഇപ്പം വന്നു. വിമൺ ആൻഡ് ലീഡർഷിപ്പ് എന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. മാം സ്റ്റാർട്ട് ചെയ്തോളൂ. പക്ഷെ എനിക്ക് ഓക്കെ. ഫുൾ സ്ക്രീൻ ആണോ സാറേ? ഫുൾ സ്ക്രീൻ ആണ് മാം. അതിനുള്ളിലുണ്ട്, പുറത്തുമുണ്ട്. അതെ അല്ലേ, ഞാനൊന്ന് എൻ്റെ ഇപ്പൊ അത് പോയി കേട്ടോ. മാം മ്യൂട്ടാണ്. അംബിക മാം മ്യൂട്ടാണ് മാം. കേൾക്കുന്നില്ല മാം. അൺമ്യൂട്ട് ചെയ്യാവോ? മാം അൺമ്യൂട്ട് ചെയ്യ. കേൾക്കുന്നില്ല പുള്ളിക്കാരിക്ക്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല വന്നില്ല. വന്നിട്ടില്ല? ഇല്ല, കാണുന്നില്ല. ആയി പോകുന്നു. ഞാൻ ആ സ്ക്രീൻ ഓപ്പൺ ആക്കുമ്പോ എന്തൊക്കെ ആയി പോകുന്നു. ആണോ? ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഒന്നും കൂടി ശ്രമിച്ചു നോക്കട്ടെ കേട്ടോ. ഷെയർ ചെയ്യും. സ്ക്രീൻ ഷെയർ ആവുമ്പോ എന്തൊക്കെയോ ആയി പോകുന്നുണ്ട്. മൊബൈലാണോ ലാപ്ടോപ്പാണോ മാം? ലാപ്പാണ്. ഇതിന് വേണ്ടിട്ട് ഞാൻ ലാപ്പിൽ കയറിയതാണ്, പക്ഷെ അത് ശരിയാകുന്നില്ല.
ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് PPT ഓപ്പൺ ആക്കിയിട്ടിട്ടില്ലേ, അതേ ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ. ആ ഷെയർ കൊടുക്കുമ്പോൾ PPT ആണ് മാം സെലക്ട് ചെയ്യേണ്ടത്. മാം അതെ അതെ സൂമിൻ്റെതല്ലല്ലോ സെലക്ട് ചെയ്യുന്നല്ലേ? ഷെയർ അല്ല വരുന്നില്ലേ? ഇപ്പൊ വന്നിട്ടുണ്ടോ? ഇപ്പൊ വന്നു. ഓക്കെ താങ്ക് യു. അപ്പോ ഇനി ഞാൻ എന്റെ വീഡിയോ ഒന്ന് ഓഫ് ആക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? 2 സ്ഥലത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അതെ PPT-ലും കാണുന്നുണ്ട്, അല്ല ഞാൻ പുറത്തുമുണ്ട്. എന്റെ വീഡിയോ ഓഫ് ആക്കിയിട്ടില്ല സാറേ. ഓക്കെ ഇപ്പൊ ഓക്കെയാണ് മാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ എന്റെ സെഷനിലേക്ക് കടക്കുകയാണ്. വിമൺ ആൻഡ് ലീഡർഷിപ്പ് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ലീഡർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മയിലേക്ക് വരുന്നത്? ഏതെങ്കിലും ഒരു ലീഡറിനെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? സൂസൻ മാം. വിമൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി ഓർമ്മ വരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും നമ്മൾക്ക് ലീഡർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കും അല്ലെ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരിക. അങ്ങനെയാണല്ലോ വരാറ് അല്ലെ? പൊളിറ്റിക്കൽ ലീഡേഴ്സ് മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ആക്ച്വലി പൊളിറ്റിക്കൽ ലീഡേഴ്സ് മാത്രമൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യത്തിലും നമുക്ക് ഈ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡർ ആകേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? ഒരുപാട് സിറ്റുവേഷൻസിൽ നമുക്ക് ലീഡർ ആകേണ്ടി വരില്ലേ? വരും അല്ലെ? തീർച്ചയായിട്ടും വരും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പൊ ജീവിതത്തില് നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ കൂടി പാരന്റിങ് തന്നെ ഒരു ലീഡർഷിപ്പാണ് അല്ലെ? ആ ലീഡർഷിപ്പ് നല്ലപോലെ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഫാമിലിയെ നല്ലപോലെ കൊണ്ടുപോകണം. അതുപോലെ ഏതൊരു ഇതിപ്പോ നമ്മുടെ ബന്ധുക്കള് അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ അടുത്ത്, അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു കൗൺസിലറാണ്, ഒരു 3-4 പേര് ഇരിക്കുന്നു, അവരുടെ മുൻപിൽ നമുക്കൊന്ന് സംസാരിക്കണം. ഇവിടെ എല്ലാം നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് കൂടിയേ തീരും. അപ്പൊ വിമൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന് സെലക്ട് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാല് അതെന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയാണ്. വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലേക്ക് വരുന്ന പോലെ തന്നെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ എല്ലാ കാര്യത്തിലും നമുക്ക് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. അത് വിമൻ അല്ലെങ്കിൽ ലേഡീസിന് അത് എത്രത്തോളം ഉണ്ട്, അതിന് എന്തൊക്കെ സ്കില്ലുകളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് ചെറിയൊരു ഇൻട്രോ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നെറ്റിൽ അല്ലെങ്കിൽ അതിൽ അടുത്ത ദിവസങ്ങളിൽ വന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടിയ ഒരു ഡാറ്റയാണ് ഞാനിപ്പോ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഏപ്രിൽ 2026 നമ്മുടെ കേരളത്തിന്റെ പോപ്പുലേഷൻ അപ്രോക്സിമേറ്റ് പോപ്പുലേഷൻ റേറ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിന് ഫീമെയിൽ വരുമ്പോ 1.88 ക്രോസ് ആണ്, 52%. അതുപോലെ മെയില് 1.74 ആണ്. പിന്നെ ട്രാൻസ്ജെൻഡറിന്റെ ടോട്ടൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ 3.62 കോടിയില് പകുതിയിലധികവും എന്താണ് ലേഡീസ് ആണ്. ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു എന്ന് മാത്രം. അതൊരു പ്രമുഖ ദിനപത്രത്തിൽ വന്നതാണ്. നെറ്റിൽ സെർച്ച് ചെയ്താൽ ഈ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അതിന്റെ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ ഞാനൊന്ന് എടുത്തിട്ടു എന്ന് മാത്രം. അപ്പോ ഇത് അടുത്തതൊരു കാൻഡിഡേറ്റിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോ ഈ കാൻഡിഡേറ്റ്സ് ആണ് ഇപ്പൊ നമ്മള് ഫലം വന്നിട്ടില്ല, അതുകൊണ്ട് എത്ര MLA മാരാണ് ലേഡീസ് ഉള്ളത് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അതിനകത്ത് നമ്മൾ ടോട്ടൽ 890 കാൻഡിഡേറ്റ്സ് ഉള്ളതിൽ 140 കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് 890 കാൻഡിഡേറ്റ്സ് ആണ് മത്സരിച്ചത്. അതിൽ 795 പേര് മെയിലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ ഫീമെയിൽ വരുന്നത് 94 ആണ്. അപ്പൊ 10% അല്ലെങ്കിൽ 10.6% ലേഡീസ് ഇപ്പൊ ഈ കാൻഡിഡേറ്റ്സ് ആയി തന്നെ നിന്നിട്ടുള്ളൂ. അപ്പം പകുതിയിലധികം വരുന്ന ലേഡീസില് ഇത്രയാണ് കാൻഡിഡേറ്റ്സ് ആയിട്ട് നിന്നിട്ടുള്ളത്. ഇനി അതിൽ എത്ര പേര് ജയിക്കും അത് വേറെ. അപ്പൊ എന്തായാലും ഇതാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ അപ്പൊ ലേഡീസിന്റെ ഒരു ലീഡർഷിപ്പില് ലേഡീസ് എത്രത്തോളം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത്
എന്താ പൊളിറ്റിക്സിന്റെ കാര്യത്തിലാണ്. ഞാൻ പൊളിറ്റിക്സ് അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, ജനറലൈസ് ചെയ്ത് പറയാൻ ഇത് ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എവിടെ ഏതൊരു സിറ്റുവേഷനിലായാലും ലീഡർഷിപ്പ് ആവശ്യമായി വരാത്ത സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ഏതൊരു കാര്യത്തിൽ ഒരു മുൻകൈ എടുത്ത് എന്തൊരു കാര്യം സാധിച്ചെടുക്കുമ്പോഴും നമ്മൾ അവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. അപ്പൊ അത് ലേഡീസിന് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ജെൻസിന്റെ കാര്യത്തിലും ഇതൊക്കെ ബാധകമാണ്. ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, ലീഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഞാൻ സുസ്മാവിനെ അത്രേ കാണുള്ളൂ, വേറെ ആരെയും കാണുന്നില്ല. എങ്കിലും ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേനും റഷീദ് സാറിനെ കൂടി കാണുന്നുണ്ട്, സന്തോഷം. അപ്പൊ ലീഡർ എന്ന് പറഞ്ഞാൽ അറിയാലോ സുസ്മാം അല്ലേ? മറ്റുള്ളവരെ തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ഒരു സക്സസ്, എന്തെങ്കിലും ഒരു കാര്യം സക്സസ് ആവാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ഇൻസ്പയർ ചെയ്യുക, ഗൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെ ഒരാളെയാണ് നമ്മൾ ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വാളിറ്റി എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അത് ലേഡീസ് എന്നില്ല, ജെൻസ് എന്നില്ല, ഏതെങ്കിലും സിറ്റുവേഷനിലൊക്കെ ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകാത്തവർ വളരെ വിരളമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഏത് സിറ്റുവേഷനിലും നമുക്ക് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ നല്ലതാണ്. അപ്പൊ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ നമ്മൾ വളരെ വൈകിപ്പോയി. ഞാനിപ്പോ ഇവിടെ ട്രെയിനറൊക്കെ ആയി വന്നപ്പോഴാണ് ശരി ഇങ്ങനെ ഒന്ന് നമ്മൾക്ക് അറിയാമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയത്. ഓക്കെ, അപ്പൊ ഇനി കീ ഐഡിയാസ് എന്തൊക്കെയാണ് ലീഡർഷിപ്പ് സ്കിൽസ് എന്നും നമുക്കൊന്ന് നോക്കാം. ജനറലൈസ് ചെയ്തൊന്ന് നോക്കുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും അറിയാം ഒരുപാട് സ്കിൽസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു 10 സ്കില്ലാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലീഡറിന് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്കിൽ എന്ന് പറയുമ്പോൾ അത് കാലങ്ങൾ ചെല്ലുന്തോറും മാറുന്നുണ്ട്. പണ്ടത്തെ ഒരു ലീഡർഷിപ്പ്, എന്റെയൊക്കെ ചെറുപ്പകാലത്തെ ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ നമ്മുടെ സ്ഥാപന മേധാവി ആയിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ HM ആയാലും പ്രിൻസിപ്പാൾ ആയാലും അവരൊക്കെ ഒരു ലീഡർ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഇവരൊക്കെ നമുക്ക് ലീഡേഴ്സ് ആണ്. അപ്പൊ ഈ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അന്നൊക്കെ ഒരു വൺ വേ ആണ്. അവര് മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകാറില്ല എന്നുള്ളതാണ് പണ്ടത്തെ ഒരു ലീഡർഷിപ്പ്. പക്ഷെ ഇപ്പൊ എൻ്റയർലി ഡിഫറെന്റ് ആണ്. അങ്ങനെ ഒരു ലീഡർഷിപ്പിന് സക്സസ് കുറവായിരിക്കും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയാ, ഐദർ നമ്മൾക്ക് ടോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കാം. ഇത്തരത്തിൽ ഡിഫറെന്റ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും അതോടൊപ്പം മറ്റുള്ളവരെ കേൾക്കാൻ കൂടി ഈ ലീഡർ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി. പണ്ടൊക്കെ നമ്മൾ പലരെയും അനുസരിച്ച് ഇതൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊന്നും ആരും അനുസരിക്കില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ കേൾക്കാൻ കൂടി ഈ ലീഡർ തയ്യാറാകാം. അതുപോലെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ഡിസിഷൻ മേക്കിംഗ്. നമ്മളൊരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ എത്ര അഡ്വേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ തീരുമാനം എടുക്കാൻ നമ്മൾ ഈ ലീഡർ തയ്യാറാകണം. അതിനുള്ള ഒരു ക്വാളിറ്റി കൂടി ലീഡർക്ക് വേണം. അടുത്തത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് നമുക്കറിയാം, കോൺഫിഡൻസ് നമുക്ക് ലീഡർക്കില്ലെങ്കിൽ നമുക്കത് പകർന്നു കൊടുക്കാൻ, മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കുന്നു, നമ്മൾക്ക് അവരിലേക്ക് പകർന്നു കൊടുക്കാനും സാധിക്കില്ല. അപ്പൊ ലീഡർ എപ്പോഴും കോൺഫിഡന്റ് ആയിരിക്കണം, ശുഭാപ്തി വിശ്വാസത്തോടെ വേണം ഒരു കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ അടുത്തത് പ്രോബ്ലം സോൾവിങ് ആണ്. ഏതൊരു ചലഞ്ച് വന്നാലും അതിനൊരു പ്രശ്നം വന്നാൽ അതൊരു സോൾവ് ചെയ്യാൻ, ഒരു സൊല്യൂഷൻ കണ്ടെത്താനും ഈ ലീഡർക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതാണ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. നെക്സ്റ്റ് വൺ ടീം വർക്ക് ആണ്. ടീം വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ടീമിലാണ് ഒരു ലീഡർ ഉണ്ടാവുക. അപ്പൊ ഈ ലീഡർ ഒരിക്കലും ഒരു ടീമിന്റെ മുകളിലാകില്ല. ലീഡർ എപ്പോഴും ടീമിനൊപ്പമായിരിക്കണം, എമംഗ് ദ ടീം മെമ്പേഴ്സ്. എങ്കിൽ മാത്രമേ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാനും അവരിലേക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വീതിച്ചു കൊടുക്കാനും അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാനും എല്ലാം ഒരു ടീം ലീഡർക്ക് കഴിയുള്ളൂ. അപ്പൊ ടീം ലീഡർ എപ്പോഴും ടീമിന് ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ടീമിന്റെ ഒപ്പം തന്നെയായിരിക്കണം, അവർക്ക് മുകളിലല്ല എന്നാണ് പറയുന്നത്. അടുത്തത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. നമുക്കറിയാം ഒരുപാട് ഇമോഷൻസ് ഉള്ളവരാണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുമ്പോൾ. ഇമോഷൻസ് ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ എംപത്തറ്റിക് ആയിട്ട് മറ്റുള്ളവരുടെ ഇമോഷൻസും കൂടി കാണാനും അതിനൊരു സൊല്യൂഷൻ കണ്ടുവയ്ക്കാനും നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ ഇമോഷൻസും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ലീഡർ മുന്നോട്ട് പോകേണ്ടത്. നെക്സ്റ്റ് വൺ ടൈം മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം ഏതൊരു ടാസ്ക് ആയാലും നമ്മൾ ടൈം ബോണ്ടായിട്ട് ചെയ്തു തീർക്കേണ്ട ഒരുപാട്
റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. അപ്പൊ അതൊക്കെ നമ്മൾ ടൈം ബോണ്ടായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ ഒരു ലീഡർക്ക് സാധിക്കണം. അടുത്തത് അഡാപ്റ്റബിലിറ്റി ആണ്. ഏതൊരു സിറ്റുവേഷനിലും, എത്ര മോശം സിറ്റുവേഷൻ ആയാലും നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഈ ലീഡർ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ആ സിറ്റുവേഷനോട് ഒത്തുപോകാൻ ഈ ലീഡർക്ക് സാധിക്കണം. ഒപ്പം തന്നെ മറ്റുള്ളവരെയും അതിലൂടെ കൂട്ടാൻ ഒരു ലീഡർക്ക് സാധിക്കണം. അടുത്തത് മോട്ടിവേഷൻ ആണ്. നമ്മളെപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്ത് കൂടെ നിർത്തിയാൽ മാത്രമാണ് നമുക്കൊരു വിജയത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ലാസ്റ്റ് വൺ 10th വൺ ആണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ സത്യസന്ധതയാണ്, ഓണസ്റ്റ്, അതുപോലെ തന്നെ വാല്യൂസും ഉള്ളവരായിരിക്കണം ഈ ലീഡേഴ്സ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ജനറൽ ആയിട്ട് ഒരുപാട് ക്വാളിറ്റീസ് പറയുന്നുണ്ട്, ഇപ്പൊ ഒരുപാട് സ്കില്ലുകൾ പറയുന്നുണ്ട്, എങ്കിലും ഞാനൊരു 10 എടുത്തിട്ട് വന്നു നോക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. എനിവേ ഞാനൊന്ന് എടുത്തിട്ടു. അപ്പൊ ഓക്കെ, ഇതാണ് ലീഡർ എന്ന് പറയുമ്പോ. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇനി നമുക്കിത് ബ്രെയിനുമായിട്ടൊന്ന് കണക്റ്റഡ് ആണെങ്കിൽ അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ സ്കില്ലില് കുറെയൊക്കെ എങ്ങനെയുള്ളതാണ്, പേഴ്സൺ ഓറിയന്റഡ് ആയിരിക്കും, അതുപോലെ ടാസ്ക് ഓറിയന്റഡും ആയിരിക്കും കുറച്ചൊക്കെ, അല്ലേ മാം? കുറച്ച് ക്വാളിറ്റീസ് പേഴ്സൺ ഓറിയന്റഡ് ആണ്, കുറച്ച് ക്വാളിറ്റീസ് എല്ലാം ടാസ്ക് ഓറിയന്റഡ് ആണ്, അല്ലേ? അതായത് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പേഴ്സൺ ഓറിയന്റഡ് ആണ്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നേരെ ടാസ്ക് ഓറിയന്റഡിലേക്ക് പോകും. അങ്ങനെ കുറച്ച് ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്കിൽസ് ഇതിൽ ടാസ്ക് ഓറിയന്റഡ് ആണ്, ബാക്കി പേഴ്സൺ ഓറിയന്റഡ് ആണ്. അപ്പോൾ നമ്മൾ പീപ്പിൾ ഓറിയന്റഡ് അല്ലെങ്കിൽ ടാസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് നമുക്കൊരു കാര്യം സക്സസിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ആ ഒരു വ്യക്തിക്ക് ബ്രെയിൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ബ്രെയിനുമായിട്ട് ഈ സ്കില്ലൊന്ന് നമുക്ക് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ്ലി പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനും പ്രോബ്ലം സോൾവിങ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. തിങ്കിങ് ബ്രെയിൻ എന്നാ പറയാ. പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിനെ നമ്മൾ പേര് പറയുന്നത് തിങ്കിങ് ബ്രെയിൻ എന്നാണ്. അടുത്തത് ലിംബിക് സിസ്റ്റം ആണ്. ലിംബിക് സിസ്റ്റത്തിൽ അമിഗ്ഡാല ഉണ്ട്, ഹിപ്പോ ക്യാമ്പസ് ഉണ്ട്, ഹിപ്പോ തലാമസ് ഇത്രയും ഭാഗങ്ങൾ കൂടുന്നതാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഒരു ഇമോഷണൽ ബ്രെയിൻ ആണ്, അല്ലെങ്കിൽ ഫീലിംഗ് ബ്രെയിൻ എന്ന് അതിനെ പറയാം. അപ്പൊ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് തിങ്കിങ് ബ്രെയിൻ ആണെങ്കിൽ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഫീലിംഗ് ബ്രെയിൻ ആണ്. ഇത് രണ്ടും, അപ്പൊ ഈ ലിംബിക് സിസ്റ്റത്തിലാണ് നമ്മുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, ഫിയർ, ആങ്കർ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ മെമ്മറി, പിന്നെ സെൻസേഷൻസ് എല്ലാ കൺട്രോളിങ് വരുന്നത് ലിംബിക് സിസ്റ്റത്തിലാണ്. അത് ഫീലിങ്സ് ആണ് അവിടെ വരിക. പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സില് തിങ്കിങ് ആണ്. അപ്പൊ 2 ബ്രെയിൻ ഉണ്ട്. ഈ 2 ബ്രെയിനെ കൂടി ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ബ്രിഡ്ജിങ് ചെയ്ത് കൊണ്ടുപോകുന്ന സിസ്റ്റത്തിനാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഇതൊരു നെർവൽ സിസ്റ്റം ആണ്, നെർവ് ഫൈബർ എന്നാണ് അത് പറയുക. ഇത് രണ്ടിനെയും കൂടി ബ്രിഡ്ജിങ് ആണ്, രണ്ടും കൂടി ബ്രിഡ്ജിങ് ചെയ്ത് കൊണ്ടുപോകുന്നത് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും. ഒന്ന് തിങ്കിങ് ആണ്, മറ്റത് ഫീലിംഗ് ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഒരു എഫിഷ്യന്റ് ലീഡർഷിപ്പ് സാധ്യമാകുന്നത്. അതിങ്ങനെ നോക്കാം. അപ്പൊ അത് ആ ഒരു ക്വാളിറ്റി ലേഡീസിന് ഒട്ടും മോശമല്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ ലെഫ്റ്റ് റൈറ്റ് ബ്രെയിൻ, ഇപ്പൊ പറഞ്ഞല്ലോ തിങ്കിങ് ബ്രെയിനും ഫീലിംഗ് ബ്രെയിനും, ഇത് രണ്ടും മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള സക്സസ് ആയിട്ടുള്ള ലീഡർ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു ക്വാളിറ്റി അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ലേഡീസിന് കുറവല്ല, കൂടുതൽ തന്നെയാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നും ഒരു ലേഡി ഒരിക്കലും ഒരു എന്താ പറയാ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഏതൊക്കെയാണ് ഈ ലേഡീസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? അപ്പൊ ഈ തിങ്കിങ് ബ്രെയിനും ഫീലിംഗ് ബ്രെയിനും കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് സാധ്യമാണ്. അതുപോലെ എക്കണോമിക് ഡെവലപ്മെന്റ് നമ്മുടെ വീട്ടിലൊക്കെ എടുത്താൽ അറിയാം, അല്ലെ? നമ്മുടെ അമ്മമാരാണ്, എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, എല്ലാവർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു തോന്നുന്നു. എക്കണോമിക് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ലേഡീസ് മുൻപന്തിയിൽ തന്നെയാണ് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അതുപോലെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മാത്രമല്ല നമ്മളുടെ ഒപ്പം നിൽക്കുന്നവരുടെ കൂടി ഗ്രോത്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ലേഡീസിന് അല്ലെങ്കിൽ ഈ ലീഡർക്ക് കഴിയും, വിമൻ ലീഡർഷിപ്പിന് കഴിയും എന്നാണ് പറയുന്നത്.
അതേപോലെ തന്നെ സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി, ഇപ്പൊ സൊസൈറ്റി എടുക്കുമ്പോൾ അതൊരു പക്ഷിയെ പോലെയാണ് എങ്കിൽ അതിന്റെ ഒരു പ്രോഗ്രസ്, അതിന്റെ അല്ലെങ്കിൽ അതിന്റെ വളർച്ച അത് മുന്നോട്ട് പറക്കുകയാണ്. ഈ മുന്നോട്ട് പറക്കുമ്പോൾ അതിന്റെ 2 വിങ്സ് ആയിട്ടാണ് ലേഡീസും ജെന്റ്സും വരിക, അല്ലെ? മെയിൽ ആൻഡ് ഫീമെയിൽ ആണല്ലോ 2 വിങ്സ് ആയിട്ട് വരിക. ഈ 2 വിങ്സില് ഒന്ന് വീക്കായാൽ മുന്നോട്ടുള്ള വളർച്ച സാധ്യമാണോ? അല്ല അല്ല അല്ല. സാധ്യമല്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ 2 വിങ്സും ഒപ്പം സ്ട്രോങ് ആയാൽ മാത്രമാണ് നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സോഷ്യൽ പ്രോഗ്രസ് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിമൻ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വിമൻ കുറച്ചും കൂടി ഫോർവേഡ് ആയാൽ, ശക്തി ആർജിച്ചാൽ നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയും അതിനൊപ്പം ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ബാരിയേഴ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് വിമന്റെ കാര്യത്തിൽ. അപ്പൊ അതെന്താണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. എല്ലാവർക്കും അറിയുന്ന കുറച്ച് ബാരിയേഴ്സ് തന്നെയാണ്, അല്ലേ? ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവര് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സിന്റെ കാര്യത്തിലൊക്കെ ഏകദേശം അതുപോലെയാണ്. അത് മാത്രമല്ല കേട്ടോ, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, സ്ഥാപന മേധാവികളുണ്ട്, ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ സ്ത്രീകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിലും ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ചില മേഖലകളിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവര് ഇങ്ങനെയൊക്കെയാണ്, ലേഡീസിന് ഇത് സാധ്യമല്ല എന്ന് പറയുന്ന കാര്യം. ഇപ്പൊ ഞാനൊക്കെ സർവീസിൽ കയറുന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ പ്രിൻസിപ്പൽമാരെല്ലാവരും മിക്കവാറും തന്നെ ജെൻസ് ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഈ ഗവൺമെന്റ് ആയതുകൊണ്ട് ഈ എന്താ പറയാ, പ്രൊമോഷൻ കിട്ടിയൊക്കെ പലരും വരും. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇത് എത്രത്തോളം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അടുത്ത് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ നേരിട്ട് ഒരു ഹയർ പോസ്റ്റുകളിലേക്ക് സ്ത്രീകൾക്ക് എത്രത്തോളം, അല്ലെങ്കിൽ പ്രഗ്നൻസി, മദർഹുഡ് ഒക്കെ വരുമ്പോൾ പലരും ഈ ഓപ്പർച്യൂണിറ്റീസ് നൽകാൻ വിസമ്മതിക്കുന്നുണ്ട്. അപ്പൊ IT ഫീൽഡുകളിലൊക്കെ എനിക്ക് തോന്നുന്ന ഒരുപാട് റിസർവേഷൻ ഉണ്ട് ലേഡീസിന് തോന്നുന്നു. അതാണ്, എന്റെ മോളൊക്കെ IT ഫീൽഡിലാണ്. അപ്പൊ അവരൊക്കെ പറഞ്ഞ അവിടെയൊക്കെ റിസർവേഷൻ ഉണ്ട് ലേഡീസിനെന്നാണ്. അപ്പൊ അങ്ങനെയുള്ളതും ഉണ്ട്. പക്ഷെ അല്ലാത്തടത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡിനൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ ഈവൻ സെയിൽസ്മാൻ പോലും ആയാൽ പോലും ഇപ്പൊ പ്രഗ്നൻസി ആണ് അല്ലെങ്കിൽ മദർഹുഡ് ആണ് എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയും ആർക്കും കിട്ടുന്നില്ല. അപ്പൊ വർക്ക് ലൈഫ് ബാലൻസ് ചലഞ്ചാണ് അടുത്ത ഒരു ബാരിയർ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലേഡീസ് എന്ന് പറഞ്ഞാൽ നോൺ പെയ്ഡ് ഹൗസ് മേക്കേഴ്സ് ആണ്. അവർക്ക് പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നുമില്ല അതിന്. പക്ഷെ വർക്കും ഈ ഫാമിലിയും എല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അതാണ് വർക്ക് ലൈഫ് ബാലൻസ്. അതുപോലെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് സപ്പോർട്ട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ അൺകോൺഷ്യസ് ബയാസ്, ഇവരിങ്ങനെയാണ് എന്ന് നമ്മൾ നേരത്തെയുള്ള എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബ്രെയിനിൽ ഫീഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ബയാസ് ആണ് ഈ അൺകോൺഷ്യസ് ബയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ബാരിയേഴ്സ് നമ്മുടെ ഇതിനകത്ത് വിമൻ ലീഡർഷിപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള വുമൺ ആണ്. ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. ഇതൊക്കെ അറിയാം. ബിസിനസ്സിലും പിന്നെ ആക്ടിവിസ്റ്റ് അല്ലെ, എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ് ആണ് മലാല, ദെൻ ഇന്ത്യ നൂയി, ദെൻ നമ്മുടെ ഓണ്ടർപ്രണർ ആണ്. ഇത് 3 ഡിഫറെന്റ് സ്റ്റേജസിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ള 3 ലേഡീസിനെ എടുത്തു എന്ന് മാത്രം. ഇതുപോലെ ഒരുപാട് ലേഡീസ് ഉണ്ട്. ഞാൻ ഒരുപാട് പറയാൻ സമയമില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഒരു സ്പീഡിൽ പോകുകയാണ്. അപ്പോ ഇനി നമ്മൾ ഈ ലേഡീസിനെ ഈ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗേൾസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളത്. നമ്മുടെ കേരളത്തിലെ സ്ഥിതി മാത്രമല്ല കേട്ടോ ഇത്, നമ്മുടെ ഇന്ത്യയുടെ മൊത്തത്തിൽ എടുത്താൽ ഇപ്പോഴും പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ വളരെ കുറവാണ് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ഒരുപാട് ഫോർവേഡ് ആണ്. എനിവേ നമ്മുടെ മൊത്തം ഇന്ത്യയുടെ കാര്യത്തിൽ ഇത് വളരെ ബാക്കിലാണ്. അപ്പൊ അവരെ എൻകറേജ് ചെയ്യണം അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യണം. സെക്കൻഡ് വരുന്നത് പ്രൊവൈഡ് ലീഡർഷിപ്പ് ട്രെയിനിങ്. അപ്പൊ അത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. ലീഡർഷിപ്പ് ഒരു കാര്യം ഏറ്റെടുക്കാൻ പറഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും ബാക്കിലൊക്കെയാണ് പോകുന്നത്. അത് ചെറുപ്പത്തിലേ തുടങ്ങി നമ്മൾ അവർക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് അറ്റ് വർക്ക് പ്ലേസ്. ഇപ്പോഴും വേജസിന്റെ കാര്യത്തിലൊക്കെ വ്യത്യാസമുള്ളതുണ്ട്. അതൊക്കെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ വേജസും കൊടുക്കാൻ, പ്രൊവൈഡ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതിന് ഗവൺമെന്റിന്റെയും സൊസൈറ്റിയുടെയും സപ്പോർട്ട് വേണം. അതാണ് ഗവൺമെന്റ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയാം. അടുത്തത് മെന്റർഷിപ്പ് പ്രോഗ്രാം. ഈ കുട്ടികളെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അത് ഏത് കുട്ടികളായാലും ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് അതിന് നമുക്ക് കഴിയണം. സൊസൈറ്റിക്കായാലും ഗവൺമെന്റായാലും കഴിയണം. അങ്ങനെ ചെയ്താൽ എഡ്യൂക്കേഷൻ ആണ് നമ്പർ 1 ആയിട്ട് വരുന്നത്. അതാണ് ബേസിസ്.
അതായത് ഒരു ഡിസിഷൻ എടുക്കാനും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും എല്ലാം എഡ്യൂക്കേഷൻ വളരെ ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ലീഡർ വരുമ്പോൾ ഇപ്പൊ ഈവൻ ഏതൊരു ഇപ്പൊ അയൽക്കൂട്ടങ്ങളായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അപ്പൊ അവിടെയൊക്കെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വുമൺ ആണ് ലീഡർ എന്ന് പറയുമ്പോൾ അറിവുള്ളവരെ അംഗീകരിക്കാൻ സമൂഹം തയ്യാറാവും. അത് ആരായാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പെൺകുട്ടിക്കും ആൺകുട്ടികൾക്കും അങ്ങനെ തന്നെ ഏറ്റവും ബേസ് ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് വേണ്ടത് എഡ്യൂക്കേഷൻ ആണ്. അത് വുമൻ ലീഡർഷിപ്പിനെ എംപവർ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതാണ് ഈ കൺക്ലൂഷനിലേക്ക് കിടക്കുകയാണ്. വുമൻ ലീഡർഷിപ്പ് ഈസ് എസെൻഷ്യൽ ഫോർ എ ബാലൻസ്ഡ് സൊസൈറ്റി. ഒരു ബാലൻസ്ഡ് സൊസൈറ്റിക്ക് വിമൻസിന്റെ ലീഡർഷിപ്പ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ചെറുപ്പത്തിൽ തുടങ്ങി കുട്ടികൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുക, അവരെ അത്തരത്തിൽ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ വളർത്തുക. ബാരിയേഴ്സ് ഉണ്ട്, എന്നാലും നമുക്കത് ഓവർകം ചെയ്ത് നല്ലൊരു സൊസൈറ്റിയുടെ പ്രോഗ്രസ് ഉണ്ടാകാൻ നമുക്ക് രണ്ട് വിങ്സും അല്ലെങ്കിൽ രണ്ട് ചിറകളും അതുപോലെ പ്രാപ്തരാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരു റോൾ ഉണ്ട്, ഏതൊരു ലേഡിയായാലും ജെൻസായാലും. അപ്പൊ ഇപ്പൊ ഈ ഒരു സെഷൻ കഴിഞ്ഞപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടോ? ഈ ഒരു കാര്യത്തിലേക്ക് നമുക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന്? യെസ്, ഡെഫിനറ്റ്ലി നമുക്ക് അവരെ മുന്നോട്ട് വരാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ലീഡർഷിപ്പ് ലെവലിലേക്കൊക്കെ എൻകറേജ് ചെയ്യുകയും ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ, വെരി ഗുഡ് മാം. ആർക്കെങ്കിലും ഒരു സ്പാർക്ക് ജസ്റ്റ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും? ഞാനും അങ്ങനെ വിചാരിക്കാറുണ്ട്. ചെറിയ ചെറിയ കുട്ടികളോട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവരോട് സംസാരിക്കാൻ, ഇത്തരം കാര്യങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. അപ്പൊ ലീഡർഷിപ്പ് എന്താന്ന് പറഞ്ഞപ്പോ ലേഡീസിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടോ ഇല്ല എന്നൊക്കെയാണ് പലരും പറയാ. ഇവരിതിന് ശരിയാവില്ലെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും ഒരുപോലെ ക്വാളിറ്റി ഉള്ളവരാണ്. അപ്പൊ നമ്മുടെ പൊളിറ്റിക്സിലായാലും എല്ലാ മേഖലകളിലും ഇതൊക്കെ വാരിയേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യേണ്ട ഒരു ആവശ്യകതയും ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ സെഷൻ സമയം കഴിഞ്ഞതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഹറിബറിയായി കുറച്ച് വൈൻഡപ്പ് ചെയ്തു എന്ന് തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്താം. ഓക്കെ, താങ്ക് യു. ഹലോ മാം. ഓക്കെ, സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്തില്ലേ? യെസ്, ആയല്ലോ. ഓക്കെ. സമയമായില്ലേ മാം? സമയമായില്ലേ? കുഴപ്പമില്ല. 6 മണി ദാറ്റ്സ് ഫൈൻ. കുറച്ച് ഒരു ഹറിബറി ഉണ്ടായിരുന്നു കുറച്ച്. യെസ്, നല്ല രീതിയിൽ ആ വിമൻ ആൻഡ് ലീഡർഷിപ്പ് മാം അത് ഹാൻഡിൽ ചെയ്തു. ശരിക്കും ലേഡീസ് മുന്നോട്ട് വരണം. തീർച്ചയായിട്ടും നമ്മുടെ മാം പറഞ്ഞ പോലെ തന്നെ കൊച്ചു പെൺകുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ അവരും ഈക്വലി അത് നമ്മൾ വളർത്തി കൊടുക്കാത്തതിന്റെ എക്സാമ്പിളാണ് ഞാൻ. എനിക്ക് ഇപ്പോഴും ഞാൻ പലയിടത്തും എനിക്ക് സ്റ്റാമറിങ് വരെ വരാറുണ്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ലെക്ചർ കുട്ടികളുടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എനിക്കൊരു വിറയൽ വരെ വരുമായിരുന്നു. കാരണം അതുകൊണ്ടാണ് നമ്മൾക്ക് ആ ചെറുപ്പത്തിലെ നമ്മളെ സപ്രസ് ചെയ്ത് വളർത്തിയത് കൊണ്ട് വളരെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു വിക്റ്റിമാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചു. അപ്പൊ നമുക്ക് കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. ഈ സ്ത്രീകളല്ലേ, പെണ്ണല്ലേ, പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ പറയാറ്, പെണ്ണല്ലേ സംസാരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെ സപ്രസ് ചെയ്ത് വളർത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ്. അപ്പൊ ഇനിയുള്ളവരെങ്കിലും അങ്ങനെയൊക്കെ ആവാതിരിക്കട്ടെ. കഴിവുള്ളവർ ആരായാലും, അത് ജെന്റ്സെന്നോ ലേഡീസെന്നോ ഇല്ല, ആരായാലും കഴിവുള്ളവർ മുന്നോട്ട് വരട്ടെ അല്ലേ? അതെ, നമ്മുടെയൊക്കെ കാലത്ത് ആക്ച്വലി അതിന് മുമ്പിലും നമ്മുടെയൊക്കെ കാലത്ത് വരെയും പെൺകുട്ടികളെ ആദ്യം പഠിപ്പിക്കുകയല്ലോ. ജസ്റ്റ് ഒരു ഡിഗ്രി വരെയൊക്കെ എത്തിച്ചിട്ട് കെട്ടിച്ചു വിടാം, എന്നാൽ ആൺകുട്ടികളെ മുന്നോട്ട് പഠിപ്പിക്കും എന്നുള്ള ഒരു രീതിയിലായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. പക്ഷെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ദേ ഓൾസോ ഹാവ് ടു, ലേഡീസിന് മുന്നോട്ട് വരാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു കോൺഫിഡൻസും ഉണ്ടാവണം. കാരണം അവര് മറ്റുള്ളവർ പുഷ് ചെയ്തിട്ടല്ല വരണ്ടേ. തീർച്ചയായിട്ടും ഈവൻ നല്ല രീതിയിൽ ഇപ്പം ഫസ്റ്റ് റാങ്ക് കിട്ടിയവരും ഒക്കെ എനിക്കറിയാവുന്നതുകൊണ്ട്, എൻ്റെ ഒരു ബന്ധുവുണ്ട്, ഫസ്റ്റ് റാങ്ക് കിട്ടി എഞ്ചിനീയറിംഗിന്. പക്ഷെ ജോലിക്ക് പോയേ ഇല്ല. കാരണം വീട്ടുകാർ പറഞ്ഞു പോകണ്ട, അതുകൊണ്ട് പോയില്ല.
പക്ഷെ ഒന്ന് ആറ്റിറ്റ്യൂഡ് നമ്മൾ തന്നെ മാറ്റിയെടുക്കണം. അതെ, അപ്പൊ നമ്മൾ തന്നെ അതിനൊരു മുൻകൈ എടുത്ത് വന്നാലേ നമുക്ക് നമ്മുടെ കഴിവുകൾ അവിടെ പ്രദർശിപ്പിക്കാനും നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാനും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഗോയിങ് ടു വേസ്റ്റ്. അപ്പം അതെ, ഏതായാലും മാം മൈൻഡ് സെറ്റ് പറഞ്ഞതുപോലെ ഒരു കിളിയുടെ രണ്ട് ചിറകെന്ന് പറയുന്നത് പോലെ ഈക്വലി ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ നിന്നാലാണ് അത് സൊസൈറ്റിയിലും നമ്മുടെ ഫാമിലിയും നമ്മുടെ വർക്ക് ഏരിയയിലും വർക്ക് പ്ലേസിലും എല്ലാം സംഭവങ്ങളൊക്കെ നന്നായി വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിമനെ പ്രൊമോട്ട് ചെയ്യണം. അത് കൂടാതെ തന്നെ അവരും മുന്നോട്ട് വരണം. അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർക്കും ഉണ്ടാവണം. അങ്ങനെ അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസും അതിന്റെ പിന്നെ അതുപോലെ ലീഡർഷിപ്പിന്റെ എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത് അങ്ങനെയൊക്കെ ഉള്ളത് മാം നന്നായിട്ട് കവർ ചെയ്തു. സോ താങ്ക് യു വെരി മച്ച്. വെൽ ഡൺ. നല്ല ഒരു സെഷൻ എടുത്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, അംബിയ മാം, ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു സർ. നല്ല സെഷൻ ആയിരുന്നു. ഓക്കെ. പിന്നെ സ്ത്രീകള് പൊളിറ്റിക്സിൽ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പൊളിറ്റിക്സിൽ മാത്രമേ കുറവുള്ളൂ. ഇവിടെ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും എത്ര പേരുണ്ട് എന്ന് നോക്കൂ. മോർണിംഗ് സർക്കിളിൽ ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ സ്ത്രീകളാണ് എപ്പോഴും മുന്നിട്ടിറങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്സിലാണ് ഈ ഒരു പൊളിറ്റിക്സിൽ മാത്രം എന്താന്ന് വെച്ചാൽ അവർക്ക് ആ വർക്കിന്റെ ഒരു വ്യത്യാസം കൊണ്ട് ആണ് പൊളിറ്റിക്സിൽ സ്ത്രീകൾ കുറയുന്നത് എന്നും കൂടി ഉണ്ട്. കാരണം പൊളിറ്റിക്സിൽ വന്നിരിക്കുന്ന ലീഡർ ഇനിയിപ്പോ ഏറ്റവും അങ്ങോട്ട് മാർഗരറ്റ് താച്ചർ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ഇന്ദിരാഗാന്ധി പറഞ്ഞാല്, പിന്നെ നമ്മള് ഇവിടുത്തെ ലേഡി മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നത് ലളിത, മമത, സമത എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു അല്ലേ. അവരൊക്കെ ഭയങ്കര ബോൾഡും ഭയങ്കര ലീഡർഷിപ്പും ഉള്ള ആൾക്കാരായിരുന്നു. ഈവൻ നമുക്കിപ്പോ ഉള്ള വനിതാ നേതാക്കന്മാരൊക്കെ തന്നെ വളരെ നല്ല ആർജവമുള്ളവരാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം വർക്ക് ഓരോ സാഹചര്യങ്ങൾ, അപ്പൊ ടീച്ചിങ് മേഖലയിൽ കൂടുതൽ സ്ത്രീകളാണ് എക്സൽ ചെയ്യുന്നത്. അപ്പൊ ഓരോ മേഖലയുണ്ട് എന്നുള്ളതല്ലാതെ ബിസിനസ്സിലാണെങ്കിലും ഒരുപാട് ഇപ്പം മറ്റേ കിരൺ മജുംദാറിനെ പോലുള്ള വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള, ഈവൻ അംബാനിയുടെ ഭാര്യയായ നിത അംബാനി, അവരും വളരെയധികം നന്നായിട്ട് സക്സസ് ആയ ഒരു ബിസിനസ് വുമൺ ആണ്. ഇല്ലേ, കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളിയുടെ വൈഫ്, അവരും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം അതില് എനിക്ക് ഒരു പണ്ടൊക്കെ ചിലപ്പം സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് മാറി നിന്നിട്ടുണ്ടാവാമെങ്കിലും ഇപ്പോഴ് അങ്ങനെ ഇല്ല. ഇപ്പൊ നമുക്കൊരു എക്സാം റിസൾട്ട് ഒക്കെ വരുമ്പം കൂടുതലും പെൺകുട്ടികളാണ് ബെറ്റർ ആയിട്ട് ഉള്ളത് അല്ലെ. ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ കൂടുതലും പെൺകുട്ടികളാണ്. അപ്പൊ IQ ലെവല് കാര്യങ്ങളൊക്കെ കൂടുതൽ പെൺകുട്ടികൾക്കാണ് ഉള്ളത്. അപ്പൊ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെ കുറെ സമൂഹത്തിന്റെ ആ പഴയ കൺസെപ്റ്റുകൾ ഉള്ളത് കൊണ്ടാണ് ആളുകൾ കുറെ പേര് പുറകോട്ട് മാറി നിന്ന് പോകുന്നത്. ഇപ്പം ഈക്വലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മടി, കുറച്ചു പേർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സങ്കോചം കാരണമാണ് വരാത്തത് എന്ന് തോന്നുന്നു. കാലഘട്ടം മാറുന്നതനുസരിച്ച് വീണ്ടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ രാജ്യത്തെ പഴയ കൺസെപ്റ്റുകൾ, ആ പഴയ ഒരു ഇതിൽ ഇപ്പോഴും അതിൽ നിന്ന് അങ്ങോട്ട് മാറാത്തത് കൊണ്ടാണ് മറ്റേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇപ്പം അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ സർ, താങ്ക് യു സാറേ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ചർച്ചകളാണല്ലോ വേണ്ടത്. ആരെങ്കിലും എന്തെങ്കിലും അതെ അതെ, പറയണമല്ലോ. തീർച്ചയായും. ഓക്കെ, താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ് മാം. വളരെ നല്ല സെഷൻ ആയിരുന്നു. ഇപ്പോ ബിഗ് സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ മാക്സിമം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റി തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇപ്പൊ ഞാൻ സൈക്കോളജിയുടെ ഒരു ബേസ് കോഴ്സ് കൊടുക്കുന്നുണ്ട് ഈ കോഴിക്കോട് ജില്ലയിലെ ഹൈസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. അവിടെ സൈക്കോളജി ആദ്യം പഠിപ്പിച്ചിരുന്നത് 500 രൂപ ഒരു കോഴ്സിന്. 500 രൂപ, 6 മാസത്തെ കോഴ്സിന് 500 രൂപയായിരുന്നു അന്ന്, കുറെ കാലം മുമ്പിട്ടാണ്. ഏകദേശം 2-3 വർഷം മുമ്പൊക്കെ വരെ അവിടെ 500 രൂപയിലാണ് പഠിപ്പിച്ചത്. ആ സമയത്തൊക്കെ നമ്മള് പിന്നോക്കം നിന്ന് ഒരു സ്റ്റക്കായി പോയിരുന്ന ഒരു സ്ത്രീ ജനതയുണ്ട്. അതായത് പഠനമൊക്കെ കഴിഞ്ഞ് പാതി വഴിക്കൊക്കെ ഉപേക്ഷിച്ചല്ല, നിർത്തിപ്പിച്ച് അവരെ വിവാഹം കഴിച്ചു വിട്ട് അമ്മമാരായി
അവരും അവരുടെ കുട്ടികള് കല്യാണം കഴിഞ്ഞ് പോയാലും ഇവര് പേരമക്കളൊക്കെ നോക്കി നിന്ന ഒരു അവസ്ഥയിൽ നിന്ന കുറെ അമ്മമാര് അവരെല്ലാവരെയും മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് അവരെ ഇപ്പോ ഈ സൈക്കോളജി ഒക്കെ പഠിപ്പിച്ച് അതിന്റെ ബേസ് കോഴ്സ് മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. അതിൽ നിന്ന് പിന്നീട് പ്രചോദനം ഉൾക്കൊണ്ടാണ് അവര് പല പല കോഴ്സുകളിലേക്കൊക്കെ തരുന്നത്. ഒരുപാട് ആളുകളെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ തന്നെ ഏകദേശം 100-200-ലധികം ആളുകളെ ഈ കോഴ്സിലേക്ക് ചേർത്തിയിട്ടുണ്ട്. ഇപ്പൊ കോഴ്സ് ഫീസ് ഒക്കെ ഹൈപ്പ് അല്ലേ കൂട്ടിയിട്ടുണ്ട്. സാറേ? ഹൈപ്പാണോ ഹൈപ്പ് അക്കാദമി. ഓക്കെ. എനിക്ക് തോന്നുന്നു അവിടെ ആയിരുന്നു ആദ്യം. ഇപ്പൊ കുറെ കോഴ്സുകൾ ഫ്രീ കോഴ്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടാ. അതിനുശേഷമാണ് വന്നത്. ഞാൻ അവിടുത്തെ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടുന്ന് അതിനുശേഷമാണ് ഇപ്പൊ ഒരുപാട് ആളുകള് എനിക്ക് തോന്നുന്നു കുറെ ഞാനിപ്പോ അറിയണ ഇപ്പൊ നമ്മളും വന്ന മേഖല തന്നെയാണ്. വേറെ കോഴ്സ് പഠിച്ചാലും ഇത് ഇത്രയും ലോ കോസ്റ്റിൽ ഇത് ഒരു കോഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മ അവിടെ അവരുമായിട്ടൊരു കണക്ഷൻ വന്നത്. അവിടുത്തെ സാറുമായിട്ട് കണക്ഷൻ വന്നത്. അപ്പൊ അതിനുശേഷം ഒരുപാട് ആളുകളായിട്ട് അവരിങ്ങനെ പുറത്തു പോവുകയും അപ്പൊ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട് അതില്. ഇപ്പൊ ഇപ്പോഴും അവസരങ്ങളുണ്ട്. അവസരങ്ങൾ ഇല്ലെന്നല്ല, അവസരങ്ങൾ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതെല്ലാവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് മാത്രമാണ്. എല്ലാവർക്കും താല്പര്യമുണ്ട് മുന്നോട്ട് വരാനായിട്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല. മൈൻഡ് സെറ്റ് ഒക്കെ മാറാനുണ്ട്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിൽ വരെ ബിസിനസ്സിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആഗ്രഹിച്ചിട്ട് അതിനുള്ള വഴികൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഇപ്പോ. അതിനുള്ള വഴികൾ നമുക്ക് ചുറ്റുമുണ്ട്. അതൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും സൊസൈറ്റി മൊത്തം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല. ആധിപത്യം എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് എന്ന് പറയാനില്ല. എല്ലാവരും തുല്യരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഉണ്ടെങ്കിൽ തന്നെ അപൂർവം എല്ലാ ഇതിലും ഉണ്ടാവുമല്ലോ കുറച്ച്. അതങ്ങനെ തന്നെ എല്ലാത്തിലും ഇപ്പൊ സ്ത്രീ സമൂഹത്തിലും ഉണ്ടില്ല എന്ന് പറയാൻ പറ്റൂല. സ്ത്രീകൾക്കാണ് ആധിപത്യം എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. പറയുമ്പോ രണ്ടും പറയണവര്. അപ്പൊ എനിവേ എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. എല്ലാവരും മുന്നോട്ട് വരാനുള്ള വഴികള് നമുക്ക് മുന്നിലുണ്ട്. അതൊന്ന് വെളിപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. എന്തായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സാർ. ഓക്കെ. ഒരുപാടായിരുന്നു. ഗുഡ് മോർണിംഗ് അംബിക മാം. ഓക്കെ അജിര മാം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. രാവിലെ നല്ലൊരു മോട്ടിവേഷൻ കിട്ടി. നമ്മളെപ്പോഴും മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എന്നാലും കുറെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒരു ഓർമ്മപ്പെടുത്തലായി. ഇപ്പൊ ഇനിയുള്ള ജനറേഷന് ഇക്വാലിറ്റിയും അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ കാണുമ്പോൾ നമ്മൾ ആ ഇക്വാലിറ്റിയുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ലേഡീസ് കുറച്ച് സാക്രിഫൈസ് ചെയ്യുന്നതൊക്കെ ഫാമിലിയും ജോബും ഒക്കെ ആയിട്ട്. ഇപ്പം ഇപ്പൊ ഉള്ള ജനറേഷനും ഇനിയുള്ള ജനറേഷനും ഒക്കെ അതേസമയം ഈക്വൽ ഇത് വേണം. രണ്ടുപേരും ഒരേ ഇമ്പോർട്ടൻസ് ആണെങ്കിലാണ് ലൈഫിലായാലും ജോബിലായാലും ബിസിനസ്സിലായാലും ഒക്കെ മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ മനസ്സിലായത്. എപ്പോഴും ഈ ഫാമിലി എന്നും പറയുമ്പോൾ നമ്മൾ ലേഡീസ് ആണ് പല കാര്യങ്ങളിലും ബാക്കിലോട്ട് ഇത്തിരി പോകുന്നത്. ഇപ്പം എൻ്റെ വീട് ചങ്ങനാശ്ശേരി ആണല്ലോ. അപ്പൊ എനിക്ക് ഈ കോട്ടയം സൈഡിലുള്ള കുറെ ആൾക്കാരെ അറിയാം. അപ്പൊ അവിടെ ലേഡീസ് ആണ് അബ്രോഡ് പോയി ഫാമിലിയൊക്കെ നോക്കുന്നത്. അതേസമയം അതെ. അതേസമയം മെന്ന് നന്നായിട്ട് നോക്കുന്നുണ്ട്. അച്ഛന്മാര് നന്നായിട്ട് മക്കളെയൊക്കെ നോക്കി. നമ്മള് ലേഡീസ് എങ്ങനെയാണോ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതേപോലാണ് ഒരു വീട്ടിലിപ്പം 2-3 ഒക്കെ മക്കളുണ്ട്. അവരെയൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്തായാലും മാം വളരെ നല്ലൊരു ക്ലാസ് മോർണിംഗിൽ കിട്ടി. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു ആതിര. എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞ് കഴിഞ്ഞോ? ഓക്കെ. അപ്പം സമയം കുഴപ്പമില്ല മാം. സമയം നമ്മള് 1 hour ഒക്കെ പോവാറുണ്ട്. അത് കുഴപ്പമില്ല. ആണോ? എനിക്ക് അതറിയില്ലായിരുന്നു അത്ര പോകുമെന്ന്. ഞാൻ 6 കുഴപ്പമില്ല. മണിയാകുമ്പോൾ സമയം ഒരുപാട് അങ്ങ് നീളാതിരുന്നാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഓക്കെ, നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരു എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് മാമിന്റെ സെഷൻ. അപ്പൊ വീണ്ടും ഇതുപോലെയുള്ള സെഷനുകളൊക്കെ ആയിട്ട് വരിക. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഓൾ ഫോർ ജോയിനിങ്. എല്ലാവരും ഫീഡ്ബാക്ക് എല്ലാം ഗ്രൂപ്പിൽ അറിയിക്കുക. ട്രെയിനേഴ്സിനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്കുകളാണ്. ഓക്കെ, താങ്ക് യു.
താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ Okay, have a nice day all. താങ്ക് യു.